പത്തനാപുരത്ത് സെന്റ് സ്റ്റീഫൻ സ്കൂളിന്റെ ശതാബ്ദി ആഘോഷ വേദിയിൽ കേരളം സാക്ഷ്യം വഹിച്ചത് വെറും ഒരു ഔദ്യോഗിക ചടങ്ങിനായിരുന്നില്ല, മറിച്ച് രാഷ്ട്രീയത്തിലെയും സിനിമയിലെയും രണ്ട് കരുത്തരായ സുഹൃത്തുക്കൾ തമ്മിലുള്ള വാക്പോരിന്റെയും ആശയപരമായിട്ടുള്ള ഏറ്റുമുട്ടലിനെയും വിസ്മയകരമായിട്ടുള്ള ഒരു കാഴ്ചയ്ക്കായിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും സംസ്ഥാന ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറും ഒരേ വേദിയിലെത്തിയപ്പോൾ സദസ്സ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന തരത്തിലുള്ള മൂർച്ചയുള്ള വാക്കുകളായിരുന്നു അവിടെ ഉയർന്നത്. സൗഹൃദത്തിന്റെ പുഞ്ചിരി തൂകുമ്പോഴും അതിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച പരിഹാസവും രാഷ്ട്രീയമായിട്ടുള്ള പ്രത്യാക്രമണങ്ങളും ഈ ചടങ്ങിനെ വാർത്തകളിൽ നിറയ്ക്കുകയും ചെയ്തു. സെന്റ് സ്റ്റീഫൻ സ്കൂളിലെ വേദിയിൽ ആദ്യം മൈക്ക് കയ്യിലെടുത്ത കെ.ബി. ഗണേഷ് കുമാർ സുരേഷ് ഗോപിയെ തന്റെ ആത്മപ്രിയ മിത്രമായി വിശേഷിപ്പിച്ചുകൊണ്ടാണ് അങ്ങ് തുടങ്ങി വെച്ചത്. എന്നാൽ ആ സൗഹൃദ സംഭാഷണത്തിന്റെ തൊട്ടു പിന്നാലെ അദ്ദേഹം തൊടുത്തുവിട്ട പരിഹാസ ശരങ്ങൾ സുരേഷ് ഗോപിയെ ലക്ഷ്യം വെച്ചുള്ളത് തന്നെയായിരുന്നു. സുരേഷ് ഗോപി പത്തനാപുരത്തേക്ക് ആദ്യമായാണ് വരുന്നത് എന്ന ഗണേശിന്റെ പരാമർശം മണ്ഡലത്തിൽ അദ്ദേഹത്തിനുള്ള അപരിചിതത്വത്തെ സൂചിപ്പിക്കാനായിരുന്നു. കൂടാതെ ചങ്ങനാശ്ശേരി SB കോളേജിന് സുരേഷ് ഗോപി നൽകിയ സമ്മാനത്തെക്കുറിച്ചുള്ള ഗണേശിന്റെ ചോദ്യം സദസ്സിൽ വലിയൊരു ചിരി തന്നെ പടർത്തി എന്ന് വേണം പറയാൻ. പെട്രോളിയം സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപി കോളേജ് ബസ്സിലെ ഡീസൽ ഫ്രീ ആക്കി കൊടുത്തതാണോ ഈ രഹസ്യ സമ്മാനം നൽകിയതെന്ന ഗണേശിന്റെ പരിഹാസം കേന്ദ്ര സർക്കാരിന്റെ ഇന്ധന നയങ്ങളെയും വിലക്കയറ്റത്തെയും കൂടി പരോക്ഷമായി വിമർശിക്കുന്നതായിരുന്നു. കോളേജ് ബസ് ചോദിച്ചപ്പോൾ മറ്റെന്തോ ആണ് സുരേഷ് ഗോപി നൽകിയതെന്നും അത് എന്താണെന്ന് പോകുന്നതിന് മുൻപ് എല്ലാവരും ചോദിച്ച് മനസ്സിലാക്കണമെന്നും ഗണേഷ് കുമാർ പറഞ്ഞപ്പോൾ അത് രാഷ്ട്രീയമായി വലിയൊരു ചർച്ചയ്ക്കാണ് അങ്ങ് വഴിമരുന്നിട്ടത്. എന്നാൽ ഗണേഷ് കുമാറിന്റെ ഈ പരിഹാസങ്ങൾക്കൊന്നും മറുപടി പറയാതെ സുരേഷ് ഗോപി വേദി വിട്ടില്ല. ഗണേഷ് കുമാർ ഉയർത്തിയ ഓരോ പോയിന്റിനും തന്റേതായിട്ടുള്ള ശൈലിയിൽ മാസ് മറുപടിയാണ് സുരേഷ് ഗോപി നൽകിയത്. പത്തനാപുരത്ത് താൻ പുതിയ ആളാണെന്ന ഗണേശിന്റെ വാദത്തെ സുരേഷ് ഗോപി പഴയകാല രാഷ്ട്രീയ ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നേരിട്ടു. പണ്ട് ഗണേഷ് കുമാറിന് വേണ്ടി വോട്ട് പിടിക്കാൻ പത്തനാപുരത്ത് ചുട്ടുപൊള്ളുന്ന നട്ടുച്ച വെയിലത്ത് ഉമ്മൻചാണ്ടിക്കൊപ്പം നടന്ന കാര്യം സുരേഷ് ഗോപി സദസ്സിനെ അങ്ങ് ഓർമ്മിപ്പിച്ചു കളഞ്ഞു. അന്ന് ഗണേശിന്റെ വിജയത്തിനായി താൻ വിയർപ്പൊഴുക്കിയത് മറന്നുപോയോ എന്ന ചോദ്യം ഗണേഷ് കുമാറിനെയും ഒന്ന് അല്പം പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. കൂടാതെ താൻ മുമ്പ് രാജ്യസഭാംഗമായിരുന്ന കാലത്ത് പത്തനാപുരത്തിനായി അനുവദിച്ച ഹൈമാസ് ലൈറ്റുകളെ കുറിച്ചുള്ള പരാമർശം മണ്ഡലത്തിലെ തന്റെ പ്രവർത്തനങ്ങളുടെ രേഖയാവുകയും ചെയ്തിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. താൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറയാൻ വരട്ടെ എന്ന കൃത്യമായ സന്ദേശമാണ് സുരേഷ് ഗോപി ഇതിലൂടെയും നൽകിയത്. SB കോളേജിന് നൽകിയ സമ്മാനത്തെക്കുറിച്ചുള്ള ഗണേശിന്റെ പരിഹാസത്തിനും സുരേഷ് ഗോപി വ്യക്തമായിട്ടുള്ള മറുപടി നൽകുകയും ചെയ്തു. താൻ കോളേജിന് നൽകിയത് ബസ്സോ വിമാനമോ ഒന്നുമല്ലെന്നും ഡീസൽ ഫ്രീ ആക്കി കൊടുക്കുമെന്ന് താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസത്തോടെ പറയുകയും ചെയ്തു. പത്തനാപുരം അത് അങ്ങ് ഏറ്റെടുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. തൃശ്ശൂരിലെ തന്റെ വിജയത്തെക്കുറിച്ചും അവിടെ തനിക്ക് ലഭിച്ച സ്നേഹത്തെക്കുറിച്ചും സുരേഷ് ഗോപി വൈകാരികമായി ഒന്ന് അല്പം സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. തൃശ്ശൂരിന്റെ മുദ്ര എന്ന് പറയുന്നത് വെറും ഒരു ആനപ്പുറത്ത് എഴുന്നള്ളിച്ച ചെമ്പല്ലെന്നും സ്വർണം പൂശിയ 1 ഗ്രാം ഗോൾഡ് പ്ലേറ്റ് കോലമാണ് തനിക്ക് സ്നേഹത്തോടെ വേദിയിൽ സമ്മാനിച്ചതെന്നും അന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ആ സമ്മാനം തന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വിജയത്തിന്റെ തിളക്കം കൂടി വെളിപ്പെടുത്തുന്നതായിരുന്നു അതെന്ന് വേണം പറയാൻ. എന്തായാലും വ്യക്തിപരമായിട്ടുള്ള സൗഹൃദം നിലനിർത്തുമ്പോൾ തന്നെ രാഷ്ട്രീയമായി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളാണ് സുരേഷ് ഗോപിയും ഗണേഷ് കുമാറും തങ്ങളുടെ വേദികളിൽ നടത്തിയത്. ഗണേഷ് കുമാർ തന്റെ തട്ടകത്തിൽ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ കേന്ദ്രമന്ത്രി എന്ന നിലയിലുള്ള തന്റെ സ്വാധീനവും പഴയകാല രാഷ്ട്രീയ ബന്ധങ്ങളും ഉയർത്തിക്കാട്ടിയാണ് സുരേഷ് ഗോപിയും തിരിച്ചടിച്ചത്. ഈ വാക്കുപോര് കേവലം രണ്ട് വ്യക്തികൾ തമ്മിലുള്ളതല്ല, മറിച്ച് കേരളത്തിലെ മാറുന്ന രാഷ്ട്രീയ സമവാക്യങ്ങളുടെ സൂചന കൂടിയാണ്. BJPയുടെ വളർച്ചയെയും കേന്ദ്രമന്ത്രിമാരുടെ ഇടപെടലുകളെയും ഇടതുപക്ഷം എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് എന്നതിന് തെളിവ് കൂടിയായിരുന്നു ഗണേശിന്റെ പരിഹാസം. ഈ സംഭവത്തെ വിശകലനം ചെയ്യുമ്പോൾ രാഷ്ട്രീയത്തിലെ മാന്യതയും എന്നാൽ ഒട്ടും കുറയാത്ത വീറും നമുക്ക് കാണാൻ കഴിയും. പരസ്പരം കൊട്ടുമ്പോഴും അവർക്കിടയിലുള്ള ആത്മബന്ധം വാക്കുകളിലും നിഴലിച്ചിട്ടുണ്ടായിരുന്നു. പത്തനാപുരം സെന്റ് സ്റ്റീഫൻ സ്കൂളിന്റെ ശതാബ്ദി ആഘോഷം ഇത്തരമൊരു രാഷ്ട്രീയ നാടകത്തിന് വേദിയായപ്പോൾ അത് ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഇരുവരുടെയും പ്രസംഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ രാഷ്ട്രീയ കേരളം ഈ പോരാട്ടത്തെ പുതിയ രീതിയിൽ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരാൾ നർമ്മം കലർന്ന പരിഹാസം ആയുധമാക്കിയപ്പോൾ മറ്റൊരാൾ വികാരപരമായിട്ടുള്ള സത്യങ്ങളും വികസന രേഖകളും മറുപടിയായി നൽകുകയും ചെയ്തു. ചുരുക്കത്തിൽ
പത്തനാപുരത്തെ ഈ രാഷ്ട്രീയ വേദി കേരളത്തിലെ രണ്ട് വ്യത്യസ്ത ശൈലികളുടെ ഏറ്റുമുട്ടലായിരുന്നു എന്ന് വേണം പറയാൻ. വികസനത്തെക്കുറിച്ചും വാഗ്ദാനങ്ങളെക്കുറിച്ചും വോട്ടുപിടുത്തത്തെക്കുറിച്ചും അവർ നടത്തിയിട്ടുള്ള സംവാദങ്ങൾ ജനാധിപത്യത്തിന് ആരോഗ്യകരങ്ങളായിട്ടുള്ള വശങ്ങളെയാണ് കാണിക്കുന്നത്. രാഷ്ട്രീയ വിയോജിപ്പുകൾക്കിടയിലും ഒരേ വേദിയിലിരുന്ന് ചിരിക്കാനും ചിന്തിക്കാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി ചുമതലയേറ്റ ശേഷം കേരളത്തിലെ ഒരു പൊതുവേദിയിൽ നടക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഇടപെടലുകളിൽ ഒന്നായിട്ട് ഇത് മാറുകയും ചെയ്തു. പത്തനാപുരത്തെ ഈ ഫ്രണ്ട്ലി ഫൈറ്റ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ BJPയും LDFും തമ്മിൽ നടക്കാൻ പോകുന്ന വലിയൊരു പോരാട്ടത്തിന്റെ ഒരു തിരികൊളുത്തലാണ് എന്ന് വേണം കരുതാൻ. ഈ സംവാദം അവസാനിപ്പിച്ചത് ഇരുവർക്കിടയിലുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടാണെങ്കിലും രാഷ്ട്രീയ ഭൂമികയിൽ അവർക്കിടയിലുള്ള ദൂരം കൃത്യമായി രേഖപ്പെടുത്താൻ ഈ ശതാബ്ദി ആഘോഷവേദിക്ക് സാധിച്ചു എന്ന് വേണം കരുതാൻ.